അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് ഏകദേശം കണക്കെല്ലാം ഏകദേശം ഒത്തുവരുന്ന ഇത് തന്നെയാണ്. നമ്മൾ ഇന്നലെ തന്നെ 85 കോടി എത്തി എന്നുള്ള റിപ്പോർട്ട് ആദ്യമേ നൽകിയിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണക്ക് വരുന്നത്. ഏകദേശം 85 കോടിക്ക് അടുത്തുള്ള തുക തുടരും എന്ന ചിത്രം നേടിയിരിക്കുന്നു എന്നാണ് സന്തോഷകരമായ വാർത്ത. അപ്പോൾ ഇന്നുകൊണ്ട് ഈ ചിത്രം 100 കോടി കടക്കുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പം ഇപ്പോൾ ടിക്കറ്റ് വിറ്റ് പോകുന്നത് 15,000 ടിക്കറ്റോളം മണിക്കൂർ വിറ്റ് പോകുന്നു. അപ്പോൾ ഒരു വർക്കിംഗ് ഡേയിൽ ചൊവ്വാഴ്ച, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസമൊക്കെ 15,000 ടിക്കറ്റ് ഈ സമയത്തും 11 മണി നേരത്തുമൊക്കെ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെവലൊന്ന് വേറെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ 25,000 റേഞ്ചിലൊക്കെ പോകുന്നു. ബുക്ക് മൈ ഷോ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലായിടത്തും ടിക്കറ്റ് ഫില്ലിങ്, ഫാസ്റ്റ് ഫില്ലിങ് കാണിക്കുന്നുമുണ്ട്. അപ്പം ഇന്നും ഇതിന് കൃത്യമായിട്ടുള്ള കളക്ഷൻ, ഇന്നലത്തെ പോലെ തന്നെയുള്ള കളക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പം തുടരും എന്ന ചിത്രത്തിന് വർക്കിംഗ് ഡേ എന്നോ ഹോളിഡേയോ എന്നോ വ്യത്യാസമില്ലാതാണ് മുന്നോട്ട് പോകുന്നത്. വർക്കിംഗ് ഡേ ചെറിയ കളക്ഷന് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ഹോളിഡേയിൽ ഇതങ്ങ് നിന്ന് കത്തുന്ന അവസ്ഥയാണ് പിന്നെ കാണുന്നത്. പിന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ പലതും വരുന്നുണ്ട്. നമ്മളെ എന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കർണാടക. എമ്പുരാൻ്റെ കാര്യത്തിന് നമ്മൾ കണ്ടു, ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് അവിടെ നേടി. അപ്പം മലയാള സിനിമയ്ക്ക് കർണാടകത്തിൽ നല്ല മാർക്കറ്റ്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ നല്ല മാർക്കറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്ക്. അപ്പം കേരളത്തിൽ നിന്ന് ഇന്നലെ 20 കോടി 30 ലക്ഷം നേടിയെടുത്ത് ഇന്ന് ഏകദേശം 7 കോടിക്ക് മുകളിൽ നേടാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതും പ്രകാരം 28 കോടിക്ക് അടുത്ത് കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ കർണാടക എടുത്ത് പരിശോധിച്ച കർണാടക റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ വേറെ സ്ഥലങ്ങളെല്ലാം കൂടെ, ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെല്ലാം കൂടെ നോക്കുമ്പം ആദ്യ ദിനം 90 ലക്ഷം രൂപയായിരുന്നു കിട്ടിയത്. പക്ഷേ 2ാം ദിനം 3ാം ദിനമായപ്പം കളി മാറി മോനെ. ഏകദേശം 7 കോടി 10 ലക്ഷത്തിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ്. ഇന്നലെ കൊണ്ട് അത് ഏകദേശം 10 കോടിക്ക് അടുത്തെത്തുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കർണാടകത്തിലെ 3ാം ദിനം നമ്മൾ നോക്കുമ്പോൾ 2.9 കോടി, 2 കോടി 90 ലക്ഷം രൂപയായിരുന്നു കിട്ടിയത്. ഇത് 3.5 കോടിയിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നോർത്ത് ഇന്ത്യ 1.75, 1 കോടി 75 ലക്ഷം രൂപയായിരുന്നു. അത് 2 കോടിക്ക് മുകളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പിന്നെ തമിഴ്നാട് മലയാള സിനിമയ്ക്ക് പൊതുവെ ഒരു കുറവ് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അവിടെയും തുടരും എന്ന ചിത്രം കത്തിക്കുന്നു എന്നാണ്. ഇപ്പം 2 കോടിക്ക് മുകളിൽ ഇന്നലെ കൊണ്ട് കളക്ഷൻ ഉയർന്നിരിക്കുന്നു എന്നുള്ളത്. പിന്നെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ഈ സ്ഥലങ്ങളിലെല്ലാം കൂടി 85 ലക്ഷം രൂപയായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയത്, 3 ദിവസത്തിനുള്ളിൽ കിട്ടിയത്. അത് 1.25 കോടിയിലേക്ക് ഉയരുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് കൃത്യമായിട്ട് വരുന്നത്. അതുപോലെ ചിത്രത്തിൻ്റെ തെലുങ്ക് ഇറങ്ങിയിട്ടുണ്ട്, അതിന് നല്ല കളക്ഷൻ നേടാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ വരുന്നത്. ഏകദേശം 75 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, 1 കോടിക്ക് ഉള്ളിൽ ഈ ചിത്രവും കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. അത് ലാലേട്ടൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് നോക്കാം. പ്രൊമോഷൻ വീഡിയോ നമുക്കൊന്ന് കാണാം. Hello, I am very happy to share with you that Thudarum, a film close to my heart, is now releasing in Telugu. Thank you for the love and support you have always given me throughout my journey, and I hope you will enjoy watching Thudarum in theaters near you. Thank you. അപ്പം ലാലേട്ടൻ തെലുങ്ക് നാട്ടിൽ, ആന്ധ്ര പ്രദേശങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ട്. കാരണം ജനതാ കാരിയേജ് എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ആദ്യത്തെ 100 കോടി ചിത്രമായിരുന്നു. 135 കോടി നേടിയ ചിത്രമാണ്.
അപ്പോൾ അതിലൂടെ അദ്ദേഹം തെലുങ്കിൽ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഫാൻസ് അസോസിയേഷനൊക്കെ ഉള്ള നാടാണ്. അപ്പം തുടര് എന്ന ചിത്രം അവിടെ ക്ലച്ച് പിടിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കളക്ഷനിലേക്ക് മാറും എന്ന ഏകദേശം ഉറപ്പ് തരുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 45 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു കളക്ഷൻ എന്നും വാർത്ത വരുന്നുണ്ട്. അവിടെയൊക്കെ കത്തിക്കയറുന്നതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കേരളത്തിൽ നിന്നുള്ള ഇരട്ടി തുകയാണ് അവിടെ കിട്ടുന്നത്. അപ്പം കേരളത്തിൽ നിന്ന് 30 കോടിയോട് അടുക്കുമ്പോൾ അവിടെയൊക്കെ 45ഉം 50ഉം കോടിയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. അപ്പോൾ ഈ ചിത്രം വേൾഡ് വൈഡായിട്ട് നേടിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് 85 കോടി രൂപയ്ക്കടുത്താണ്. അപ്പോൾ ഇന്ന് ഈ ചിത്രം 100 കോടി കടക്കുമോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കടക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. 5-ാം ദിവസം ഈ ചിത്രം 100 കോടി കടക്കുന്ന സാധ്യതയിലേക്കാണ്, അല്ലെങ്കിൽ 100 കോടിക്ക് അടുത്തെങ്കിലും എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇന്നലെ ഇത് 15 കോടിയോളം വേൾഡ് വൈഡായിട്ട് സമ്പാദിച്ചു. ഇന്നും ആ റേഞ്ച് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം പ്രീഫെയിൽ ബുക്കിങ്ങും ഒക്കെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ 2.5 കോടിക്ക് മുകളിലുള്ള പ്രീഫെയിൽ ബുക്കിംഗ് കാണിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ. അതുപോലെ ബുക്ക് മൈ ഷോയിൽ നമ്മൾ ടിക്കറ്റിൻ്റെ നിരക്കെടുത്ത് നോക്കുവാണെങ്കിൽ അവിടെയും മികച്ച ബുക്കിംഗ് തന്നെ കാണുന്നുണ്ട്. ഇന്നലെ വിറ്റ ടിക്കറ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയിലെ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകളിലെ ഏറ്റവും വലിയ ടിക്കറ്റ് ബുക്കിംഗാണ് ഇന്നലെ കണ്ടത്. ഏകദേശം 2,86,000 ടിക്കറ്റ് ഇന്നലെ മാത്രമായിട്ട് വിറ്റുപോയി. അപ്പോൾ ഒരു ചിത്രം റിലീഫായതിനു ശേഷം 5-ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് 4-ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബാക്കിയുള്ള സൂപ്പർ സ്റ്റാറുകളിലൊക്കെ ചിത്രം എല്ലാ സിനിമയും ബുക്ക് മൈ ഷോയിൽ മുഖേന വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന പല ചിത്രങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. തുടരി എന്നതിൻ്റെ 7,000 പോലും എത്താൻ പലർക്കും 1 ലക്ഷം പോലും കടക്കാൻ പറ്റില്ല. 75,000 60,000 ഒക്കെയാണ് ടിക്കറ്റ് ബുക്കിംഗ് കാണിക്കുന്നത്. പക്ഷേ തുടരും എന്ന ചിത്രം 3 കോടിക്കടുത്ത് 2,86,000 ടിക്കറ്റ് വിറ്റ് പോയിരിക്കുന്നു എന്നുള്ളതാണ് 24 മണിക്കൂർ കൊണ്ട്. ഇതൊക്കെ നമ്മൾ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ മനസ്സിലാകും. ഒരു സമയത്ത് മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ നിറയിലേക്ക് എത്തുന്ന നമുക്ക് വിദൂരമായൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്ന കാലമായിരുന്നു. പക്ഷേ എമ്പുരാൻ അത് കാണിച്ചു തന്നു. തുടരും, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണിപ്പം നമ്മൾ കാണുന്ന അവസ്ഥ. അപ്പോൾ ഇന്നും ഏകദേശം 2.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പന നടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് 15 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്ത് ഇത് 100 കോടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് കടന്നില്ലെങ്കിൽ നാളെ മോർണിംഗ് ഷോ കൊണ്ട് തന്നെ ഇത് കടക്കും എന്ന് 100% ഉറപ്പാക്കിയ ചിത്രമാണ് തുടരും എന്ന ചിത്രം. അമ്മ തുടരുന്നതല്ല, ഇന്നത്തെ കളക്ഷൻ തന്നെ പ്രീഫെയിൽ തന്നെ അല്ല നമുക്ക് പറയാനുള്ളത്. കാരണം ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും ബുധനാഴ്ച നാളെ, ഇന്ന് ചൊവ്വാഴ്ച ആയതേ ഉള്ളൂ. ബുധനാഴ്ച നാളെ ഏകദേശം 2 കോടിക്ക് മുകളിലുള്ള പ്രീഫെയിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. എന്താ അവസ്ഥ അല്ലേ? അതുപോലെ വ്യാഴാഴ്ച ദിവസം 1.5 കോടിക്ക് മുകളിലുള്ള പ്രീഫെയിലായി എന്നാണ് വാർത്ത വരുന്നത്. അപ്പം ഇനിയുള്ള 2 ദിവസത്തേക്കും കൂടെ കോടികൾ വിറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തുടരും എന്ന ചിത്രത്തിന് അവധി ദിവസം ഹോളിഡേയോ വർക്കിംഗ് ഡേയോ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് വേറൊരു ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫാമിലികൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൻ്റെ കളക്ഷന് യാതൊരു ഇടിവും സംഭവിക്കത്തില്ല. ചെറിയ ഇടിവ് സംഭവിച്ചാലും വർക്കിംഗ് ഡേയും ഹോളിഡേ എല്ലാം ഒരേപോലെ മേക്കപ്പ് ചെയ്ത് പോകും. കാരണം പകൽ നേരത്ത് ഇച്ചിരി കളക്ഷൻ കുറഞ്ഞാലും വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഈ കളക്ഷൻ ആളിക്കത്തും. ആ അവസ്ഥയാണ് ഫാമിലി ഏറ്റെടുത്ത ആളുടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവധിയും കൂടെ ആയപ്പം തിയേറ്റർ ഫാമിലി അടക്കി വാഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കളക്ഷൻ അടുത്ത കാലത്തൊന്നും മാറത്തില്ല. ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കി കാണേണ്ടേ ഉള്ളൂ. കാരണം ഒരു 200 കോടിയിലേക്കുള്ള കുതിപ്പ് തന്നെയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് എട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 265 കോടി എന്നുള്ള മോഹൻലാലിൻ്റെ എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ് അല്ലേ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.